നമസ്കാരം. ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2021 MCQ ചോദ്യങ്ങളാണ്. B.Ed ഫൈനൽ സെമസ്റ്റർ HU40 ജനറൽ പേപ്പറിലെ MCQ ചോദ്യങ്ങളാണ്. അപ്പോൾ B.Edലെ MCQന് വേണ്ടിയിട്ട് ഇഗ്നിയസ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇഗ്നിയസ് അക്കാഡമിയുടെ MCQ B.Ed ഫൈനൽ സെമസ്റ്റർ കോഴ്സുകൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള 2018 മുതൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഓപ്ഷണൽ പ്ലസ് ജനറൽ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പോളായിട്ടും ക്വിസായിട്ടും മോഡൽ എക്സാം ആയിട്ടും ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഈ കോഴ്സിനോടൊപ്പം ലഭിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ ഈ കോഴ്സിൽ അംഗമാകാൻ ശ്രമിക്കുക. കാരണം കേരളത്തിൽ മറ്റൊരിടത്തും MCQവിന് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ MCQവിൻ്റെ ഈ പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മറ്റൊരിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. നമ്മൾ 2021 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചോദ്യം, ഡിസാസ്റ്റർ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു വേരിയസ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഡിസാസ്റ്ററിനെ ബേസിക്കലി നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്നതാണ് ഇവിടുത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഡിസാസ്റ്ററിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസാസ്റ്ററിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡേ റിസൾട്ട്, എത്രമാത്രം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ നാഷണൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ റീജിയണൽ ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിക്കുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിച്ചിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നാഷണൽ ഏജൻസി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് ന്യൂഡൽഹിയിലാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വന്നത് ഏത് വർഷമാണ്? 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വരുന്നത്. 2005 RTI ആക്ട് വരുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ 2005 ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വരുന്നത്. ഡിസാസ്റ്റേഴ്സിന് രണ്ടായി തിരിക്കാം, മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്ക്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ്, അതിന്റെ പ്രത്യേകതകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മെഷർമെന്റ് ഇവാലുവേഷനിലെ റിപ്പീറ്റഡ് ഫ്രീക്വന്റ് ക്വസ്റ്റൻ ആണ് അനക്ഡോട്ടൽ റെക്കോർഡ് ഓർ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇതിലെ അനക്ഡോട്ടൽ റെക്കോർഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിഗ്നിഫിക്കന്റ് ഇവന്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഇവന്റ് ഓഫ് സ്റ്റുഡൻസ് ലൈഫ്, കുട്ടിയുടെ ജീവിതത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നത്. ഇനി ഹോൾ ഹിസ്റ്ററി ആണെങ്കിൽ അതിനെ നമ്മൾ ക്യുമുലേറ്റീവ് എന്ന് പറയും. ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഓക്കെ, ഹോൾ ഹിസ്റ്ററി ആണെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഇനി ഒരു റിസർച്ചർ എന്തിനൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്? എന്തിനൊക്കെ പ്രാധാന്യം നൽകണം? എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. ഈ ഓപ്ഷൻ എല്ലാം ശരിയാണ്. എ സ്പെസിഫിക് ഏരിയ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കണം. എനി ഏരിയ ആസ് ലോങ് ആസ് മാൻ പവർ ആൻഡ് ഫണ്ടിങ് ആർ അവൈലബിൾ ഇൻ പ്ലെന്റി. അപ്പോൾ ഫണ്ടിങ് ഉള്ള ഏരിയ ആണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കേണ്ടത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് ആൻഡ് മാൻ പവറും ഫണ്ടിങ്ങും ഒക്കെ ലഭ്യമാകുന്ന ഏരിയ ആയിരിക്കണം നമ്മുടെ റിസർച്ച് ഏരിയ. സെവറൽ ഏരിയാസ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം അറ്റ് ഫണ്ടമെന്റൽ ലെവൽ, ബേസിക് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാൻ പറ്റണം, ഫണ്ടിങ് കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റിസർച്ചിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ധാരണകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തൊരു ചോദ്യം, ചൈൽഡ് ഗ്രോത്ത് ആസ് പ്രൊസീഡിംഗ് ത്രൂ ആൻ ഓർഗനൈസ്ഡ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഡിവൈഡഡ് റഫ്ലി ബൈ ഏജസ്. കൃത്യമായിട്ട് വയസ്സ് വെച്ച് പറയുന്ന ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി ഏതാണ് എന്നാണ് ചോദ്യം. അത് ജീൻ പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി ആണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി ഓഫ് ജീൻ പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറിക്ക് നമുക്കറിയാം കോഡ് SPCF. കൃത്യമായിട്ട് ഏജ് പറയുന്നുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ് 0 മുതൽ 2 വയസ്സ് വരെ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെ. ഇതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? 2 മുതൽ 4 വരെ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, അതുപോലെ തന്നെ 4 മുതൽ 7 വരെ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്. ഓക്കെ, ഇത് ഓർത്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ്. 11 ശേഷം എബവ് 11 ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ SPCF, ഈ കോഡ് ഓർത്ത് വെച്ചിരിക്കുക. SPCF, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. റഫ്ലി ഏജസ്, കൃത്യമായിട്ട് സീക്വൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേജസ്, കൃത്യമായി ഏജസ് വെച്ച് പറയുന്ന തിയറി ആയതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത് ഏത് തിയറിയാണ്? പിയാഷെയുടെ
ജനറ്റിക് എപ്പിസ്റ്റമോളജി തിയറി അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയുടെ മറ്റൊരു പേരാണ് സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത് പിയാഷെയുടെ തിയറിയാണെന്ന് കൂട്ടുകാർ ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? അപ്പോൾ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് വായിച്ചു നോക്കാം. ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ലവ്, എല്ലാവരെയും സ്നേഹത്തോടെ പരിചരിക്കുക, ശരിയാണ്. പ്രൊമോട്ട് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം വളർത്തുക, അത് നമ്മുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ഷാൾ നോട്ട് യൂസ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾസ് ഫോർ പ്രൈവറ്റ് ഗെയിൻ, പ്രൈവറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമ്മളെ അധികാരം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരി തന്നെയാണ്. ഓക്കെ, എല്ലാം ശരി തന്നെയാണ്. ഷാൾ നോട്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഉപയോഗിക്കരുത്. നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ പവർ അല്ലെങ്കിൽ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അസൈൻമെന്റിന്റെ മാർക്ക് നമ്മൾ കുറയ്ക്കാൻ പാടില്ല പേഴ്സണൽ ഗെയിനിന് വേണ്ടി, അല്ലെങ്കിൽ പേഴ്സണൽ റൈവലറി നമ്മുടെ പ്രൊഫഷണലിനകത്ത് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഡിസ്കവറി ലേണിംഗ് റിപ്പീറ്റഡ് ചോദ്യം. ഡിസ്കവറി ലേണിംഗ് ബ്രൂണറിന്റെ കൺസെപ്റ്റ് ആണ്. ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് കൊണ്ടുവന്നത്. അപ്പോൾ ബ്രൂണറിന്റെ കൺസെപ്റ്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ഡിസ്കവറി ലേണിംഗിൽ ഏത് റീസണിംഗ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇൻഡക്റ്റീവ് റീസണിംഗ്. ബ്രൂണറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അവർ തന്നെ വിരസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണുക. 2020 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2021 എല്ലാ ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജനറൽ പേപ്പറിൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. അതിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാകും. ഡിസ്കവറി ലേണിംഗ് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി എർത്ത് കേക്ക് അണ്ടർ സീ, കടലിനടിയിൽ ഉണ്ടാകുന്ന എർത്ത് കേക്ക് എന്തിന് കാരണമായി തീരും? സുനാമിക്ക് കാരണമായി തീരും. സുനാമി എന്നതൊരു ജാപ്പനീസ് വാക്കാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ജാപ്പനീസ് വാക്കാണ്. വലിയ കടൽ തിരമാല എന്നാണ് സുനാമി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യയിലും സുനാമിയൊക്കെ വരുന്നുണ്ട് ഇല്ലേ? സുനാമി വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ? ഇത് നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിനെ മാറ്റി ചോദിച്ചിരിക്കുകയാണ്. 1964-66 കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ലാത്തത് ഇത്. നോട്ട് എ റെക്കമെൻഡേഷൻ ഓഫ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അല്ലാത്തത് എന്താണ്? ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ്. 1986 പോളിസിയിൽ നമ്മൾ പഠിച്ചതാണ്. NPE അല്ലേ? NPE 1986 ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് നമ്മൾ പഠിച്ചു. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേര്. എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് 3 ലാംഗ്വേജ് ഫോർമുല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. കോമൺ സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ആൻഡ് നാഷണൽ സർവീസ്, നാഷണാലിറ്റി എന്ന കാര്യങ്ങൾ, നാഷണൽ കോൺഷ്യസ്നസ്, ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നു. കാരണം ഇത് 1962 യുദ്ധത്തിന്റെ സമയത്താണ്, ഇന്തോ ചൈന വാറിന്റെ സമയത്താണ് അതിനുശേഷമാണ് ഈ പറയുന്ന കോത്താരി കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ സർവീസ്, നാഷണലിസത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഈ കമ്മീഷൻ പറയുന്നുണ്ട്. ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സ് എന്ന് പറയുന്നത് 1986 പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് തെറ്റായിട്ട് ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ 4. അടുത്ത ഒരു ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ മേക്സ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്? റൈറ്റ് ടു എഡ്യൂക്കേഷനെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു ഫ്രീഡം. ഫ്രീഡം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നതാണ് ഈ എന്താണ് 21A എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത് ആണ്. ദ NPE 1986 വാസ് അഡോപ്റ്റഡ് ബൈ ദ രാജ്യസഭ. NPE അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷമാണ്? NPE നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1986 രാജ്യസഭ അഡോപ്റ്റ് ചെയ്തത് മെയ് 1986 മെയ്യിലാണ്. അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗൈഡൻസിനും സപ്പോർട്ടിനും സ്കഫോൾഡിങ്ങിനുമായിട്ട് നിങ്ങൾക്ക് ഇഗ്നിയസ് ലേണിംഗ് അക്കാഡമി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ NPE 1986 അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷമാണ്? 1986 മെയ്യിലാണ്, മെയ് മാസത്തിലാണ്. ഓക്കെ, രാജ്യസഭ. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അതിനകത്ത് പറയുന്നുണ്ട് പ്രൈമറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പ്രൈമറി തലത്തിൽ. അതുപോലെ തന്നെ DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. 1994 DPEP വന്നത്. നാക്കിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് 1994 നാക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡയറ്റിന്റെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ്, ഡയറ്റിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 1986 പോളിസി ഡി ലിങ്കിങ് ഡിഗ്രീസ് ഫ്രം ജോബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടായിരുന്നു 1986 NPE എന്ന് പറയുന്നത്. അത് രാജ്യസഭ അംഗീകരിക്കുന്നത് 1986 മെയ് മാസത്തിലാണ്. അന്ന് പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ആയിരുന്നു. രാജീവ് ഗാന്ധി ഗവൺമെന്റ്. ഓക്കെ, രാജീവ് ഗാന്ധി. ലീനിയർ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സെൽഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. അതിൽ
മെയിൻ ഫ്രെയിമിൽ നിന്നും നെക്സ്റ്റ് മെയിൻ ഫ്രെയിമിലോട്ട് മാത്രം കടത്തി വിടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ് മെയിൻ ഫ്രെയിം. നെക്സ്റ്റ് മെയിൻ ഫ്രെയിം, നെക്സ്റ്റ് മെയിൻ ഫ്രെയിം. മെയിൻ ഫ്രെയിമിൽ നിന്നും അടുത്ത മെയിൻ ഫ്രെയിമിലോട്ട് മാത്രം കടത്തി വിടുന്ന രീതിയിലുള്ള പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കും? ലീനിയർ ടൈപ്പ്, ലീനിയർ പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ സ്കിന്നേറിയൻ പ്രോഗ്രാമിംഗ്, സ്കിന്നേറിയൻ ടൈപ്പ് അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് പ്രോഗ്രാമിംഗ്, എക്സ്ട്രിൻസിക് പ്രോഗ്രാമിംഗ് എന്നൊക്കെ വിളിക്കും. എക്സ്ട്രിൻസിക് പ്രോഗ്രാമിംഗ്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് കൊണ്ടുവന്ന് BF സ്കിന്നർ ആണ്. സ്കിന്നറിന്റെ ഒപ്പറന്റ് കണ്ടീഷനിങ് അനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒപ്പറന്റ് കണ്ടീഷനിങ് ഓർ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ഓഫ് സ്കിന്നർ. അപ്പോൾ സ്കിന്നറിന്റെ കുറേ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. സെൽഫ് ബേസ്ഡ് ആയിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ റെമഡിയൽ ഫ്രെയിംസ് ഇല്ല എന്നതാണ്. റെമഡിയൽ ഫ്രെയിംസ്, റെമഡിക്കുള്ള ഒരു സ്കോപ്പ് ഇല്ല. അപ്പോൾ റെമഡിയൽ ഫ്രെയിംസിന് റെപ്പറ്റീഷന് ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നത് നോർമൻ എ ക്രൗഡർ ആണ്. നോർമൻ എ ക്രൗഡർ. അദ്ദേഹത്തിന്റെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനെ വിളിക്കുന്ന പേരാണ് ക്രൗഡേറിയൻ ടൈപ്പ്. ക്രൗഡേറിയൻ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നത് BF സ്കിന്നർ ആണെന്ന് ഓർത്തിരിക്കുക. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് കൊണ്ടുവന്നത് ക്രൗഡർ ആണ്, നോർമൻ എ ക്രൗഡർ. അടുത്തൊരു ചോദ്യം, ദ ടേം യൂസ്ഡ് ഫോർ നെറ്റ്വർക്കിംഗ് ഓഫ് ലൈബ്രറീസ്. രാജ്യത്തെ എല്ലാ ലൈബ്രറീസിനെയും നെറ്റ്വർക്ക് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലിക് നെറ്റ്. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്. രാജ്യത്തെ എല്ലാ നെറ്റ്വർക്കുകളെയും അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച എല്ലാ ലൈബ്രറീസിനെയും കണക്ട് ചെയ്യുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഷിഗല്ല ആണ്. ഷിഗല്ല വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഷിഗല്ല എന്ന് പറയുന്ന ഡിസീസ്. ദ ഡേറ്റ ദാറ്റ് ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഓർ പ്രസന്റഡ് ഇൻ എ മീനിങ് ഫാഷൻ. മീനിങ് ആയിട്ട് അർത്ഥപൂർണ്ണമായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. ICT-യിലെ ഒരു ചോദ്യമാണ്. ദ ഡേറ്റ ഓർഗനൈസ്ഡ് ഇൻ എ മീനിങ് ഫാഷൻ, മീനിങ് ഓർഡർ, മീനിങ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതിനെ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ബ്രോഡ് ആപ്ലിക്കബിലിറ്റി അപ്ലൈഡ് റിസർച്ച് എന്ന് പറയും. അപ്ലൈഡ് റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ചിലെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് അല്ലെങ്കിൽ പ്യുവർ റിസർച്ചിലെ കണ്ടെത്തലുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. സ്റ്റാർ, ഐസൊലേറ്റ്, അതുപോലെ തന്നെ ക്ലിക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടാണ്? സോഷ്യോമെട്രി എന്ന് പറയുമ്പോൾ കൊണ്ടുവന്നത് JL മൊറീനോ ആൻഡ് ജെന്നിങ്സ്, ഹെലൻ ഹാൾ ജെന്നിങ്സും ചേർന്നിട്ടാണ് കൊണ്ടുവരുന്നത്. സോഷ്യോമെട്രിക് ടെക്നിക്കാണ്. സോഷ്യോമെട്രിക് ഡേറ്റ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സോഷ്യോഗ്രാം എന്നതിനെ പറയും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇങ്ങനെ ഒരു ടാബുലർ ഫോമിൽ ആക്കിയാൽ സോഷ്യോമെട്രിക്സ് എന്നതിനെ പറയും. സോഷ്യോമെട്രിക്സ്. ഇനി സോഷ്യോമെട്രിക് ഡേറ്റയെ നമുക്ക് പല രീതിയിൽ പറയാം. അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകൾ വിളിക്കുന്നത് ഐസൊലേറ്റ് ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ. ഇനി രണ്ടുപേര് പരസ്പരം ശരിയാണ്.